ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ധ്രുവ ഡിസൈൻ സ്റ്റുഡിയോ. ഇന്ന് നമ്മൾ ട്വിൻ മോഷൻ്റെ മൂന്നാമത്തെ ട്യൂട്ടോറിയലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ ട്യൂട്ടോറിയൽ നമ്മൾ വെജിറ്റേഷൻ പെയിൻറ്, അതായത് ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകളെ നമുക്ക് എങ്ങനെയാണ് ട്വിൻ മോഷനിൽ പ്ലേസ് ചെയ്യാമെന്ന് ഈ ഒരു ട്യൂട്ടോറിയൽ നോക്കാം. അതുകൂടാതെ നമുക്ക് ട്വിൻ മോഷൻ 2020 ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്, വെജിറ്റേഷൻ സ്കാറ്റർ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ്, ആ ഒരു ടൂളിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ട്യൂട്ടോറിയലിൽ കവർ ചെയ്യാം. അപ്പോൾ ഇതുവരെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കമൻസിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ട്യൂട്ടോറിയലിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി മായ എന്നൊരു പ്ലെയിൻ ഒരു ഫയൽ ഞാനിവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3D സോഫ്റ്റ്വെയർ നിന്ന് എടുക്കുമ്പോൾ ഇപ്പം നിങ്ങളെ സോഫ്റ്റ്വെയർ നിന്ന് ഡയറക്റ്റ് ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം FBX ആയിട്ടോ അതുപോലെ OBJ ആയിട്ടോ, ഇപ്പം ഞാൻ മായ എന്നാണ് ഇങ്ങോട്ടേക്ക് ലോഡ് ചെയ്തത്. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ FBX ആയിട്ടോ അതല്ലെങ്കിൽ OBJ ഫയൽ ഫോർമാറ്റിലോ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം. സിനിമ 4D ഫയൽ ഡയറക്റ്റ് തന്നെ ട്വിൻ മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഒന്ന് രണ്ട് ഇമ്പോർട്ടിംഗ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇമ്പോർട്ടിൽ ഞാൻ ഫസ്റ്റത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടിംഗ് ഓപ്ഷൻസിൽ ലോഡ് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടിംഗ് ഓപ്ഷൻസിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് ഫോർമാറ്റ് ആണോ ആ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ മായെന്ന FBX ഫയലായിട്ടാണ് ഈ ഒരു പ്ലെയിനിനെ, ഈ ഒരു ഏരിയയെ ഞാൻ ഇങ്ങോട്ട് ലോഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഈ ഒരു പ്ലേസിൽ, അതായത് ഈ ഒരു ഗ്രൗണ്ടിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ കാണാം. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഓപ്ഷനിൽ, അതായത് നിങ്ങൾക്ക് ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ ഇമ്പോർട്ടിൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു വെജിറ്റേഷൻ പെയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഈ വെജിറ്റേഷൻ പെയിന്റിലാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകൾ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റത്തെ, അതായത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓരോ ഒബ്ജക്റ്റിന്, അതായത് നമ്മുടെ ഈ മെറ്റീരിയൽ ലൈബ്രറിയിലുള്ള ട്രീസിനെ, അതായത് ഓരോ ട്രീ ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരുന്നത്. അപ്പം അതിന് പകരം നമുക്ക് ഒന്നിൽ കൂടുതൽ, അതായത് വ്യത്യസ്തമായ ട്രീസിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെജിറ്റേഷൻ പെയിന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ആ വെജിറ്റേഷൻ പെയിന്റ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പാനലാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു പാനലിലേക്ക്, അതായത് നമുക്ക് ഈ ഒരു ബോക്സിലേക്ക് നമുക്ക് ഏതൊക്കെ തരം ഒബ്ജക്റ്റുകളാണോ വേണ്ടത് അതിനെ ജസ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഞാനിപ്പം ഒരു ട്രീ സെലക്ട് ചെയ്യാണ്. ട്രീ സെലക്ട് ചെയ്തു, അതുപോലെ റോക്സ് സെലക്ട് ചെയ്തു, ബുഷസ് സെലക്ട് ചെയ്തു. അപ്പം നമ്മുടെ ലൈബ്രറിയിലുള്ള ഏതൊക്കെ ഒബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യേണ്ടത് ജസ്റ്റ് അത് ആ ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വെജിറ്റേഷൻ പെയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതായത് നമുക്ക് പെയിന്റ് ചെയ്യാനുള്ള ടൂളാണ്. ജസ്റ്റ് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഒരു ഗ്രീൻ റൗണ്ടിൽ, അതായത് ഒരു സർക്കിള് ആക്റ്റീവ് ആവുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഡ്രോ ചെയ്യാൻ പോകുന്ന ബ്രഷിൻ്റെ സൈസാണത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡയാമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഈ സൈസ് ചേഞ്ച് ചെയ്ത്, അതായത് ഈ ഡയാമീറ്റർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബ്രഷിൻ്റെ സൈസ് ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ പ്രതലത്തിലാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡയാമീറ്റർ ഇവിടെ ഒരു 4ലേക്ക്, അതായത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ഡയാമീറ്റർ 4ൽ സെറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഏത് പ്ലെയിനിലാണോ വരയ്ക്കേണ്ടത് ആ ഒരു പ്ലെയിനിൽ ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഏരിയയിൽ വരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ എവിടെയാണോ വരയ്ക്കേണ്ടത് അതിനനുസരിച്ച്, അതായത് എവിടെയാണോ നമ്മുടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി 3 ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തു. ആ 3 ഒബ്ജക്റ്റുകൾ നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിൽ, അതായത് നമ്മൾ മായെന്ന് മോഡൽ ചെയ്ത ആ ഒരു ഗ്രൗണ്ടിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്തു. ജസ്റ്റ് ഏതൊക്കെ ഒബ്ജക്റ്റിനെയാണോ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യേണ്ടത് അതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഈ ഒരു ബോക്സിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പെയിന്റ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ഒബ്ജക്റ്റിലാണോ വരയ്ക്കേണ്ടത്, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏത് പ്ലെയിനിലാണോ ആ പ്ലെയിനിൽ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ ഡ്രോ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ അതായത് ഏത് ഒബ്ജക്റ്റിലാണോ നമ്മൾ ഡ്രോ ചെയ്യുന്നത് ആ ഒരു ഒബ്ജക്റ്റ് ആദ്യമേ സെലക്ട് ചെയ്യണം. അപ്പം ഞാനിവിടെ ആദ്യമേ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് വെജിറ്റേഷൻ പെയിന്റ് സെലക്ട് ചെയ്യുന്നത്. അതായത് ആദ്യം നമുക്ക് ഡ്രോ ചെയ്യേണ്ട ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം വെജിറ്റേഷൻ പെയിന്റ് ക്ലിക്ക് ചെയ്യുക. അതായത് നമുക്ക് ഏത് ഒബ്ജക്റ്റിലാണോ വേണ്ടത് അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിവിടെ നമുക്കിവിടെ ഓൾറെഡി ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്.
ഈ ഫ്ലാറ്റ് ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലാറ്റ് ഗ്രൗണ്ടിലാണ് ഞാൻ അതായത് ഒബ്ജക്റ്റിനെ ലോഡ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ആ ഫ്ലാറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ വെജിറ്റേഷൻ പെയിന്റ് എടുത്തതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒബ്ജക്റ്റുകളെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇതിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ പെയിന്റ് ടൂൾ എടുക്കുന്നു. നമുക്ക് വേണ്ട ഏരിയയിൽ, അതായത് ആ ഒരു പ്ലെയിനിൽ അത് ഡ്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഞാൻ ഡയമീറ്റർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, ബ്രഷിന്റെ സൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഏരിയാസിൽ ഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് ഒബ്ജക്റ്റുകളെ ലോഡ് ചെയ്യാൻ പറ്റുന്നത്, അതായത് നമുക്ക് ഇനി റോക്സ് വേണമെങ്കിൽ ജസ്റ്റ് ആ റോക്ക് ഏതാണോ വേണ്ടത് അതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു പ്ലെയിനിൽ അവിടെ വിസിബിൾ ആവുന്നതാണ്, അതായത് അവിടെ പ്ലേസ് ആവുന്നുണ്ട്. നമുക്ക് ഏതാണോ, ഗ്രാസ് ആണോ, ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്ര ഏരിയാസിൽ അത് വിസിബിൾ ആവുന്നതാണ്. ഓക്കെ, നമുക്കിനി സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റുകളെല്ലാം ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആദ്യം നമ്മൾ ഡ്രോ ചെയ്യേണ്ട ഏരിയ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെജിറ്റേഷൻ പെയിന്റ് ടൂൾ സെലക്ട് ചെയ്യുക. ആ വെജിറ്റേഷൻ പെയിന്റ് ടൂളിൽ നമുക്ക് വേണ്ട, അതായത് നമ്മൾ ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റുകളെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ പെയിന്റ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡ്രോ ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വേണ്ട ഏരിയാസിൽ നമുക്ക് നമ്മുടെ ട്രീസിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ വെജിറ്റേഷൻ പെയിന്റ് ടൂളിന്റെ തൊട്ടടുത്തുള്ള ഓപ്ഷൻ ഉണ്ട് വെജിറ്റേഷൻ എറേസർ. അതായത് നമ്മൾ ഡ്രോ ചെയ്ത ട്രീസ്, അതായത് ഒബ്ജക്റ്റുകളെ എറേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് എറേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിവിടെ നമ്മൾ ഫസ്റ്റിൽ വരച്ച ആ ഒരു സ്റ്റോൺ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്, നമ്മുടെ പ്ലെയിന്. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഹൈഡ് ചെയ്താൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൽ വരച്ച എറേസ് ടൂൾ എടുക്കുന്നു. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെലക്ട് ചെയ്യുന്ന, അതായത് നമ്മൾ ഡ്രോ ചെയ്ത ഏരിയയിൽ ആ ബ്രഷിന്റെ സൈസ് എത്രത്തോളം ഏരിയ ഉണ്ടോ അത്രത്തോളം ഏരിയയിൽ നമുക്ക് എറേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ ബ്രഷിന്റെ സൈസ് കുറച്ചിട്ട് ആ ഒരു ഏരിയ എറേസ് ചെയ്യാം. ഓക്കെ, ഞാൻ ആ ബ്രഷിന്റെ സൈസ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഏത് ഒബ്ജക്റ്റിനെയാണ് എറേസ് ചെയ്യേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ എറേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കിനി ഇതിൽ അടുത്തതായിട്ട് ഗ്രാസ് ലോഡ് ചെയ്യാം. ആ ഫ്ലാറ്റ് ഒബ്ജക്റ്റ്, അതായത് നമ്മൾ സെലക്ട് ചെയ്ത മായെന്ന് ലോഡ് ചെയ്ത ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ വെജിറ്റേഷൻ പെയിന്റ്സിൽ പോവുക. ഇനി നമ്മൾ ഗ്രാസ് ആണ് ലോഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഗ്രാസ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഗ്രാസ് ആണോ വേണ്ടത് അത് ജസ്റ്റ് ഇവിടെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ 3 ടൈപ്പ് ഗ്രാസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ബ്രഷ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഡ്രോ ചെയ്യേണ്ട ഏരിയയിൽ നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്കിൽ ഡ്രോ ചെയ്യുക. ഞാൻ ആ ഡ്രോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത്രയും ഏരിയാസ് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എത്ര ഏരിയാസിൽ ഡ്രോ ചെയ്യണോ അപ്പോൾ അത്രയും ഏരിയാസിൽ നമുക്കതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ ഓരോ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത്രയും ഒബ്ജക്റ്റുകളെ പ്ലേസ് ചെയ്യാൻ ഈ ഒരു ടൂൾ കൊണ്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് തന്നെ നമ്മൾ ആ ഡ്രോ ചെയ്ത ഒബ്ജക്റ്റുകളെ, അതായത് നമ്മൾ സെലക്ട് ചെയ്ത 3 ഗ്രാസ് നമുക്കിവിടെ വിസിബിൾ ആവുന്നത് കാണാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു BG ഈ ഒരു വെജിറ്റേഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഡ്രോ ചെയ്യേണ്ട ഒബ്ജക്റ്റ്, അതായത് ഏത് പ്രതലത്തിലാണോ നിങ്ങൾക്ക് ഒബ്ജക്റ്റുകൾ പ്ലേസ് ചെയ്യേണ്ടത് ആ ഒരു ഒബ്ജക്റ്റിനെ ആദ്യം സെലക്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ഈ ലെയറിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് ലോഡ് ചെയ്തത് ഞാൻ ഈ മായെന്ന് സെലക്ട് ചെയ്ത ഈ ഗ്രൗണ്ടാണ്. അപ്പം നമ്മൾ ആദ്യം ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വെജിറ്റേഷൻ പെയിന്റ് ടൂൾ, അതായത് കോണ്ടെക്സ്റ്റിൽ
കോണ്ടെക്സ്റ്റിൽ വെജിറ്റേഷൻ പെയിൻറ് ടൂൾ സെലക്ട് ചെയ്യുക. വെജിറ്റേഷൻ പെയിൻറ് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒബ്ജക്റ്റുകളെ പ്ലേസ് ചെയ്യുക. അതായത് ബുഷസ് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ആക്കുന്നു. അതിനുശേഷം ഈ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഡ്രോ ചെയ്യുന്നു. നിങ്ങൾക്ക് എത്ര ഒബ്ജക്റ്റിന് ഇതുപോലെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങൾ നമ്മളൊരു സീന് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ക്യാമറ മൂവ്മെന്റ് വരുന്ന ഏരിയാസിൽ മാത്രം നമുക്ക് ഇതുപോലെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു PC ഹെവി കുറയുന്നതായിരിക്കും. അതായത് നമുക്ക് അത്രയും ഏരിയാസ് മാത്രം കവർ ചെയ്താൽ മതി. അപ്പോൾ മാക്സിമം അതുപോലെ അതിനെ എറേസ് ചെയ്യാൻ ജസ്റ്റ് അതിന് തൊട്ടടുത്ത ഓപ്ഷനായ വെജിറ്റേഷൻ എറേസ് ടൂൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒബ്ജക്റ്റിനെ സീനിൽ നിന്ന് എറേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെജിറ്റേഷൻ പെയിൻറ് ടൂൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി വെജിറ്റേഷൻ സ്കാറ്റർ എഫക്ട്സ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ട്വിൻമോഷൻ 2020 വന്നൊരു പുതിയ ഓപ്ഷനാണ് വെജിറ്റേഷൻ സ്കാറ്റർ. അപ്പം നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ്, നമ്മളിപ്പോൾ വെജിറ്റേഷൻ പെയിൻറ് യൂസ് ചെയ്തു, അതിൽ നിന്ന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് വെജിറ്റേഷൻ സ്കാറ്ററിൽ ഉള്ളതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം നമ്മൾ കോണ്ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ വെജിറ്റേഷൻ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. അതിന് തൊട്ടടുത്ത ടൂളാണ് വെജിറ്റേഷൻ സ്കാറ്റർ. അപ്പോൾ ജസ്റ്റ് ആ വെജിറ്റേഷൻ സ്കാറ്ററിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വെജിറ്റേഷൻ സ്കാറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മുടെ മെറ്റീരിയൽസ്, അതായത് നമ്മുടെ ഒബ്ജക്ട്സിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടാണ്. ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഈ വെജിറ്റേഷൻ സ്കാറ്റർ എടുക്കുമ്പോഴും വെജിറ്റേഷൻ പെയിന്റ് എടുത്ത ആ സെയിം പാനൽ തന്നെയാണ് നിങ്ങൾക്ക് വിസിബിൾ ആവുക. അതായത് ഒരു ബ്ലാങ്ക് ഏരിയ ആണ് ഉണ്ടാവുക. അപ്പം നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസിന്, അതായത് എന്തൊക്കെ ഒബ്ജക്റ്റിനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, അപ്പം നമുക്കതിന് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടാം. നമ്മുടെ ട്രീസ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ വെജിറ്റേഷൻ പെയിന്റും ഈ വെജിറ്റേഷൻ സ്കാറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ 3 ഒബ്ജക്റ്റുകൾ ഓൾറെഡി ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെജിറ്റേഷൻ പെയിന്റിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ബ്രഷ്, അതായത് പെയിന്റ് ബ്രഷ് എന്നുള്ള ഐക്കൺ, അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ അതായത് നമ്മൾ സെലക്ട് ചെയ്ത ഈ 3 ഒബ്ജക്റ്റും ആ ബ്രഷിൽ കണക്ട് ആയിട്ട് ഏരിയാസ് ഫില്ലാവുന്നത് കാണാം. പക്ഷെ നമുക്ക് ഈ വെജിറ്റേഷൻ സ്കാറ്ററിൽ നമ്മൾ ഇതുപോലെ ലോഡ് ചെയ്ത ഒബ്ജക്റ്റിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഈ 3 ഒബ്ജക്റ്റിനെ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ടും ഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ ഈ 3 ഒബ്ജക്റ്റിൽ സിംഗിൾ, അതായത് നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് സെലക്ട് ചെയ്തിട്ടും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കത് ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഫസ്റ്റത്തെ ട്രീ സെലക്ട് ചെയ്തു. ഫസ്റ്റത്തെ ട്രീ സെലക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രീൻ മാർക്കിൽ, അതായത് വെജിറ്റേഷൻ സ്കാറ്റർ ആഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആവുന്നത് കാണാം. അപ്പം നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റും സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ആഷ് കളറിലാണ് ഈ ബട്ടൺസ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ, അതായത് നിങ്ങൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ആദ്യം സെലക്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ഈ ഒരു ട്രീ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ സ്കാറ്റർ ആഡ് ചെയ്യാനുള്ള ഏതിലാണോ നിങ്ങൾ, ഏത് പ്രതലത്തിലാണോ, അതായത് ഏത് BGയിലാണോ നിങ്ങളത് പ്ലേസ് ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് അതിൽ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഈ മായെന്ന് ലോഡ് ചെയ്ത് ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം, അതായത് ഡ്രോ ചെയ്യേണ്ട ഏരിയ ഞാൻ ആദ്യം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം വെജിറ്റേഷൻ സ്കാറ്റർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് ട്രീ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഈ വെജിറ്റേഷൻ സ്കാറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രോ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഏത് ഒബ്ജക്റ്റിലാണോ പ്ലേസ് ചെയ്യേണ്ടത് ആ ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് ഞാൻ സെലക്ട് ചെയ്ത അത്രയും ഏരിയാസിൽ ആ ഒരു ട്രീ പ്ലേസ് ആവുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ സിംഗിൾ ആയിട്ടാണ് പ്ലേസ് ചെയ്തത്. അതുകൂടാതെ നമുക്ക് ഈ 3 ഒബ്ജക്റ്റിനും കൂടി സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ 3 ഒബ്ജക്റ്റിനും സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഓരോ ഒബ്ജക്റ്റിനും കൺട്രോൾ സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ കൺട്രോൾ പ്രസ് ചെയ്ത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ സ്കാറ്റർ ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഏരിയാസിൽ ആ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ആവുന്നത് കാണാം. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം അത്രയും ഏരിയാസിൽ ആ ഒരു 3 ഒബ്ജക്റ്റും പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെജിറ്റേഷൻ സ്കാറ്ററിൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്താ വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾ സിംഗിൾ ആയിട്ടും, അതായത് ഒരു 4-5 ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്താൽ അതിൽ ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ നമുക്കതൊരു ഗ്രൂപ്പായിട്ട് പ്ലേസ് ചെയ്യാനും പറ്റുന്നതാണ്.
കൂടാതെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏരിയാസിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് ഈ ട്രീസ് എല്ലാം ഡിലീറ്റ് ചെയ്യാണ്. നമുക്ക് ഗ്രാസ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ മനസ്സിലാവുന്നതാണ്. അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു അതായത് നമ്മൾ ഈ ലോഡ് ചെയ്ത ഈ ഒരു ഒബ്ജക്റ്റിലാണ് നമ്മൾ ഗ്രാസ് പ്ലേസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ലോഡ് ചെയ്ത ഒരു ഒബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഗ്രാസ് പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ വെജിറ്റേഷൻ സ്കാറ്റർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ ഗ്രാസിനെ ഞാൻ ഈ ബോക്സിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടു. അതിനുശേഷം ഈ 3 ഗ്രാസും കൺട്രോൾ പ്രസ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ വെജിറ്റേഷൻ സ്കാറ്റർ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്രയും ഏരിയാസിൽ ആ ഒരു ഗ്രാസ് ആഡ് ആവുന്നത് കാണാം. ഓക്കെ, അപ്പം നമ്മൾ ആ സെലക്ട് ചെയ്ത അത്രയും ഏരിയാസിൽ ആ ഒരു ഗ്രാസ് ആഡ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു പെയിന്റ് ടൂൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ പെയിന്റ് ടൂൾ വെച്ചിട്ട് അത്രയും ഏരിയാസ് പെയിന്റ് ചെയ്ത് വരാൻ സമയം അതായത് ആ എടുക്കുന്ന സമയത്തേക്കാൾ വളരെ സ്പീഡിൽ നമുക്ക് ആ ഒരു ഏരിയ ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് നമ്മൾ ആ സ്കാറ്റർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് ആ സെലക്ട് ചെയ്യുന്ന ഏരിയാസിൽ ആ ഗ്രാസ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നമുക്കിപ്പോൾ സ്റ്റോൺ വേണമെങ്കിൽ ജസ്റ്റ് റോക്സ് ആണെങ്കിൽ റോക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഏത് ഒബ്ജക്റ്റ് ആണോ വേണ്ടത് സെലക്ട് ചെയ്യുന്നു. അതുപോലെ ബുഷസ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റുകൾ കൺട്രോൾ പ്രസ് ചെയ്ത് ഞാൻ ഓരോന്ന് സെലക്ട് ചെയ്യണം. അതായത് നമുക്ക് ലോഡ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ ഇനി നമ്മൾ ആ സ്കാറ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഒറ്റ ക്ലിക്കിൽ തന്നെ അത്രയും ഒബ്ജക്റ്റിനെ ആ ഒരു മൊത്തം ഏരിയാസിൽ നമുക്ക് എത്ര ഏരിയാസ് വേണോ അത്രയും ഏരിയാസിൽ നമുക്ക് ആ ഒരു ഒറ്റ ക്ലിക്ക് തന്നെ നമുക്ക് ഈ സ്കാറ്റർ കൊണ്ട് ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ പെയിന്റ് ടൂൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് ഓരോ ഏരിയയും ഡ്രോ ചെയ്ത് നമുക്ക് ടൈം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം നമ്മളിപ്പോൾ ഇത്രയും ഏരിയാസിൽ അതായത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു സീന് ഇത്ര ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ട്രീയോ എന്താണോ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് അത് ജസ്റ്റ് ഇതിലേക്ക് ലോഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇതിൻ്റെ അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നമ്മളിപ്പോൾ എടുത്ത വെജിറ്റേഷൻ സ്കാറ്ററിൻ്റെ അതായത് അതിൻ്റെ തൊട്ടടുത്ത് നമുക്കിത് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി സ്കാറ്റർ ആഡ് ചെയ്യുന്ന ഓപ്ഷൻ കണ്ടു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ഈ സ്കാറ്റർ റിമൂവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ലോഡ് ചെയ്ത ഒബ്ജക്റ്റുകളെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഏത് ഒബ്ജക്റ്റിനെയാണോ റിമൂവ് ചെയ്യേണ്ടത് ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ സ്കാറ്റർ റിമൂവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണോ നമ്മൾ സെലക്ട് ചെയ്തത് അത് റിമൂവ് ആയിട്ട് പോകുന്നതാണ്. അതായത് നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഒബ്ജക്റ്റുകൾ ഇപ്പോൾ സ്കാറ്ററിൽ ലോഡ് ചെയ്ത ഒബ്ജക്റ്റുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിമൂവ് സ്കാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ആ ഒരു ഓപ്ഷനിൽ നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഓൾറെഡി സ്കാറ്ററിൽ നമ്മുടെ ഒബ്ജക്റ്റുകൾ ലോഡ് ചെയ്തു. അതുപോലെ റിമൂവിൽ നമ്മൾ ആ ഒബ്ജക്റ്റുകളെ നമുക്ക് ആവശ്യമില്ലാത്ത ഒബ്ജക്റ്റുകളെ റിമൂവ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുക. അതായത് വെജിറ്റേഷൻ പെയിന്റും അതുപോലെ വെജിറ്റേഷൻ സ്കാറ്ററും തമ്മിൽ ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസം, അതുപോലെ അതിൻ്റെ ഇപ്പോൾ വെജിറ്റേഷൻ സ്കാറ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ മായന്നാണ് ഈ ഒരു അതായത് ഈ ഒരു ലാൻഡ്സ്കേപ്പ് ആ ഒരു BG ട്വിൻമോഷനിലേക്ക് ലോഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാനത് FBX അല്ലെങ്കിൽ OBJ ഫയലായിട്ടോ ലോഡ് ചെയ്യുന്നത്. കാരണം എനിക്കൊരു ലൈവ് സിങ്ക് മായെന്ന് ട്വിൻമോഷനിലേക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ സ്കെച്ചപ്പ് അതുപോലുള്ള സോഫ്റ്റ്വെയർസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്വിൻമോഷൻ്റെ ലൈവ് സിങ്ക് ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് സ്കെച്ചപ്പിൽ ചെയ്യുന്ന വർക്ക് അതിൽ സേവ് ചെയ്ത ആ ഒരു വർക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ട്വിൻമോഷനിൽ ലോഡ് ചെയ്യാനുള്ള പ്ലഗിൻ ഉണ്ട്. അതായത് ലൈവ് സിങ്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത്തരം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവർ ഈ FBX അല്ലെങ്കിൽ OBJ ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഈ ട്വിൻമോഷനിലേക്ക് ലോഡ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിൽ വിശദമായിട്ട് ഇനിയും നോക്കാം. അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പം നമുക്ക് അടുത്തൊരു ട്യൂട്ടോറിയലിൽ വീണ്ടും കാണാം. അപ്പം ബൈ.